എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ പൂക്കളിടാൻ പോണത്. ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ വരയ്ക്കാലേ എന്ന് ഓർക്കും. പപ്പയാണെങ്കിൽ തേങ്ങയൊക്കെ ഉണ്ടാക്കണ തിരക്കിലാണേ. നാളെ പപ്പയ്ക്ക് കുറച്ച് പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഞാനും ചേച്ചിയാണെങ്കിൽ കൈ കിട്ടുന്ന പാത്രവും ചട്ടിയും കലം ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു സാധനം വരയ്ക്കണത്. പിന്നെ ഈ ഒരു അടപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് സമാധാനമായത്. കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ ഓട്ടയുണ്ടല്ലോ, ഓട്ടയെക്കൂടെ നമുക്ക് കുറേ ഡിസൈൻ വരയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ ഐഡിയ ഉണ്ടായത് ചേച്ചിയുടെ തലേന്നാണേ. ഇത്രയ്ക്കും ബുദ്ധിയൊക്കെ ചേച്ചിക്ക് ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ വരയ്ക്കണത് രാത്രി 12 മണി ആവാറായപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് റോട്ടിക്കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് വരച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും ഇവരൊക്കെ വിചാരിക്കണത് ഇതിങ്ങനെയാണ് വരച്ചതെന്ന്. പിന്നെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ പൂക്കളൊന്നും പുറത്തൊന്നും മേടിച്ചിട്ടില്ല. വീടിൻ്റെയും അവിടെ ഇവിടെയും പരിസരത്തുണ്ടായിരുന്ന പൂക്കളൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂക്കളിടുന്നത്. പപ്പയാണ് കേട്ടോ നമുക്ക് പൂക്കളൊക്കെ കൊണ്ടുവന്ന് തരണേ ആൾ. മമ്മിയാണെങ്കിൽ കഞ്ഞിയും കറിയും പിന്നെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ തിരക്കിലാണേ. ഞാനും ചേച്ചി സ്കെയിലും അതും ഇതും സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പൂക്കളിട്ട് തുടങ്ങി. എങ്ങനെ വരുമെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. അതാണ് കേട്ടോ പപ്പയ്ക്ക് ഇത് സെറ്റായി വരണ കാണുമ്പോഴുള്ള സന്തോഷമാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂക്കളൊക്കെ പപ്പ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് വന്നപ്പോൾ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പൂക്കളം കിട്ടിയിട്ടുണ്ട്. പൂക്കളത്തിൻ്റെ കലാപരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക, അതാണ് മെയിൻ പരിപാടി. ഇനി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞും കിടക്കുകയാണ് കേട്ടോ. നമ്മൾ വലിയ കാര്യമായിട്ട് ഇത് ആഘോഷിക്കാറൊന്നുമില്ല. എന്നാലും എൻ്റെ വല്യാമ്മയുണ്ട്, മമ്മിയുടെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, കാക്കയ്ക്കും ഉറുമ്പിനും വരെ ഓണമുണ്ട് കൊച്ചുങ്ങളിൽ നിന്ന്. ഇത് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്ന പായസമാണേ. അപ്പോൾ ഇതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ശരി, ബൈ.